പലതരം ചായകൾക്കൊപ്പം വായിക്കാൻ പുസ്തകങ്ങളും നൽകുന്ന തൃശൂർ കണ്ടാണശ്ശേരിയിലെ സജീഷ് ഏട്ടൻ്റെ ചായക്കട ഇപ്പോൾ ജനപ്രിയം. പക്ഷേ കടയുടെ ഭാവി പ്രതിസന്ധിയിലായിരിക്കുന്നു. അനധികൃത നിർമ്മാണമെന്ന് പറഞ്ഞ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുന്നില്ല. സ്ഥലം നേരിൽ കാണുക പോലും ചെയ്യാതെയാണ് അധികൃതരുടെ നടപടിയെന്ന് സജീഷ് പറയുന്നു. വ്യവസായ സൗഹൃദമാണ് സംസ്ഥാനം എന്നതൊക്കെ വെറും ഭംഗിവാക്കെന്ന് പറയുകയാണ് തൃശൂർ കണ്ടാണശ്ശേരി സ്വദേശി സജീഷ്. 2 വർഷം മുൻപാണ് സജീഷും ഭാര്യ തുളസിയും ചേർന്ന് ചായക്കട തുടങ്ങിയത്. ഇഞ്ചിക്കട്ടൻ, മസാല ചായ തുടങ്ങി പലതരം രുചികൾ, കഥ പറയുന്ന അലങ്കാരങ്ങൾ, വായനയ്ക്ക് പറ്റിയ അന്തരീക്ഷം. കട പെട്ടെന്ന് തന്നെ ഹിറ്റായി. ചായക്കടയുടെ ലൈസൻസ് പുതുക്കാൻ പഞ്ചായത്തിലെത്തിയതോടെ കഥ മാറി. വീടിന് മുകളിൽ ഷീറ്റ് മേഞ്ഞ ഭാഗം പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം. അത് ചെയ്തു. പക്ഷെ സ്ഥലം നേരിൽ കാണാൻ പോലും തയ്യാറാകാത്ത അധികാരികൾ ലൈസൻസ് നിഷേധിച്ചെന്ന് സജീഷ്. പഞ്ചായത്ത് പറയണത് ഇത് അനധികൃത നിർമ്മാണമാണ്, ഇത് മുഴുവൻ പൊളിച്ചു മാറ്റിയാലേ ലൈസൻസ് തരുള്ളൂ. നമ്മൾ ഈ ലൈസൻസിനെ അപേക്ഷിച്ചിട്ട് 11-ാം തീയതി ലൈസൻസ് തരാമെന്ന് പറഞ്ഞതാ. അന്ന് മുഴുവൻ ഞാൻ അവിടെ പോയിട്ട് പഞ്ചായത്തിൽ നിന്നു. എന്നിട്ട് അന്നൊന്നും പറയാതെ 12-ാം തീയതി വീണ്ടും വരാൻ പറഞ്ഞിട്ട് 12-ാം തീയതി വന്നു. അപ്പോഴാണ് ഇവർ പറയണത് നിങ്ങളുടെ ഇതിൽ വയലേഷൻ ഉണ്ട്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന്. ആള് പൊതുപ്രവർത്തനമാണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പിൻബലമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഒരു പരിശോധനയുമില്ലാതെ ലൈസൻസ് നിഷേധിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നാണ് സജീഷിന്റെ ആരോപണം. അഞ്ചു വയറിനെ അന്നമൂട്ടിയത് ചായക്കടയിലെ വരുമാനമാണ്. കടയ്ക്ക് ലൈസൻസ് നിഷേധിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് കുടുംബം. ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.